അച്ഛാ പെർമിഷൻ കൊടുക്കാന്ന് പറഞ്ഞൊരു 2 കോടി രൂപ ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിരുന്നു. ചെറാക്കുളം ഫൈനാൻസിന്റെ കാസർഗോഡ് ശാഖ തുടങ്ങിയത് ആ പണം കൊണ്ടേ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ആർക്കെങ്കിലും നിങ്ങൾക്ക് സാമ്യം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഒരു വലിയ കമ്പനിക്ക് സർക്കാരിൻ്റെ ഒരു അനുമതി ആവശ്യമായി വന്നു. അവർ ആ അനുമതിക്കായി ഒരു രാഷ്ട്രീയ നേതാവിനെ സമീപിച്ചു. രാഷ്ട്രീയ നേതാവ് ഇവരുടെ ആവശ്യം കേട്ടതിനു ശേഷം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യം ഞാൻ സാധിച്ചു തരാം, പക്ഷേ എനിക്ക് പ്രതിഫലമായി 1 കോടി രൂപ വേണം. കമ്പനിയുടെ മാനേജ്മെന്റ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, 1 കോടി രൂപ തരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ 1 കോടി രൂപ ക്യാഷായി തന്നാൽ ഞങ്ങളുടെ ബുക്സിൽ അതിനൊരു തെളിവും ഉണ്ടാവില്ല, ഞങ്ങൾക്ക് അതിനൊരു ചെലവായി അനുവദിച്ചു കിട്ടില്ല. ഇത് കേട്ട നേതാവ് വളരെ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അതിനുള്ള വഴിയും ഞാൻ തന്നെ പറഞ്ഞു തരാം. നിങ്ങൾ എനിക്ക് പൈസ തരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ചെലവെഴുതാൻ പാട്. നിങ്ങൾ എനിക്ക് പൈസ തരണ്ട. എൻ്റെ മകനൊരു കമ്പനിയുണ്ട്, ആ കമ്പനിയിലേക്ക് നിങ്ങൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കൊരു സർവീസ് തന്നതായി ഇൻവോയ്സ് റൈസ് ചെയ്യും. ആ ഇൻവോയ്സിന് വേണ്ടതായ എല്ലാ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും അവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്സിൽ ഇതിനെ ഒരു ബിസിനസ് എക്സ്പെൻഡിച്ചറായി നോർമൽ ഒരു ചെലവായി എഴുതാൻ പറ്റും. പണം സ്വീകരിച്ച കമ്പനിയെ സംബന്ധിച്ചോ അതൊരു സർവീസ് ഇൻകമായി മാറും. അവരുടെ ചെലവുകൾ കഴിച്ചിട്ടുള്ള തുകയ്ക്ക് അവർ ഇൻകം ടാക്സ് കൊടുക്കുകയും ചെയ്യും. പക്ഷെ യഥാർത്ഥത്തിൽ അവരെങ്ങനെ സർവീസ് നടന്നിട്ടില്ല. കൈക്കൂലിയായി വന്ന് ബ്ലാക്ക് മണിയായി മാറേണ്ടിയിരുന്ന തുകയെ എത്ര പെട്ടെന്നാണ് അവർ വൈറ്റ് മണിയാക്കി മാറ്റിയത്. ഇങ്ങനെ ബ്ലാക്ക് മണിയെ വൈറ്റ് മണിയാക്കുന്ന ടെക്നിക്കിനെയാണ് വിളിക്കുന്നത് ക്യാമഫ്ലാഷ് ടെക്നിക്. പണത്തിന്റെ യഥാർത്ഥ സോഴ്സോ നേച്ചറോ മറച്ചു വെച്ചുകൊണ്ട് അതിനൊരു ലീഗൽ ട്രാൻസാക്ഷൻ ആയി കാണിക്കുന്ന ടെക്നിക്കാണ് ക്യാമഫ്ലാഷ് ടെക്നിക്. ഓർമ്മിക്കുക, രേഖകൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് എല്ലാ ട്രാൻസാക്ഷനും നിയമാനുസൃതമാകുന്നില്ല. ദിസ് വീഡിയോ ഈസ് പ്യൂർലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസസ്. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു നോക്കരുത്. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. താങ്ക്